2009 ജനുവരി 15-ന് യുഎസ് എയർവേസ് ഫ്ലൈറ്റ് 1549 ന്യൂയോർക്കിലെ ലാഗാർഡിയ വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോലിനയിലെ ഷാർലറ്റിലേക്ക് പറന്നുയരുകയായിരുന്നു. 155 യാത്രക്കാരും ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം ഏകദേശം 2800 അടി ഉയരത്തിൽ വെച്ച് ഒരു കൂട്ടം പക്ഷികളുമായി കൂട്ടിയിടിച്ചു. വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കും പക്ഷികൾ കൂട്ടമായി പ്രവേശിക്കുകയും 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമാകുകയും ചെയ്തു. കോക്പിറ്റിൽ ക്യാപ്റ്റൻ ചെസ്ലി സള്ളി സള്ളൻബർഗറും ഫസ്റ്റ് ഓഫീസർ ജെഫ്രി സ്കിൽസും ഞെട്ടിപ്പോയിരുന്നു. 2 എഞ്ചിനുകളും നഷ്ടപ്പെട്ട വിമാനത്തിന് വിമാനത്താവളത്തിലേക്ക് തിരികെ പോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അടുത്തുള്ള മറ്റൊരു വിമാനത്താവളത്തിലേക്ക് പോകാനും മതിയായ ഉയരം ഉണ്ടായിരുന്നില്ല. താഴെ ജനസാന്ദ്രതയുള്ള ന്യൂയോർക്ക് നഗരം. എവിടെയും ഇടിച്ചിറക്കിയാൽ വലിയ ദുരന്തമാകുമായിരുന്നു. ആ നിർണായക നിമിഷത്തിൽ ക്യാപ്റ്റൻ സള്ളി ഒരു ധീരമായ തീരുമാനമെടുത്തു. വിമാനത്തെ ഹഡ്സൺ നദിയിലേക്ക് ഇടിച്ചിറക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത് അങ്ങേയറ്റം അപകടകരമായ ഒരു നീക്കമായിരുന്നു. വെള്ളത്തിലേക്ക് വിമാനം ഇടിച്ചിറക്കുന്നത് മിക്കവാറും വിമാനത്തെ തകർക്കുകയും യാത്രക്കാർക്ക് വലിയ പരിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. ക്യാപ്റ്റൻ സള്ളി എയർ ട്രാഫിക് കൺട്രോളർമാരെ വിവരമറിയിച്ചു. ഞങ്ങൾ ഹഡ്സൺ നദിയിലേക്ക് പോകുകയാണ്. യാത്രക്കാരെയും ജീവനക്കാരെയും അത്യാഹിതത്തിന് തയ്യാറാകാൻ അറിയിച്ചു. കൃത്യമായ കണക്കുകൂട്ടലുകളോടെയും അസാമാന്യമായ മനക്കരുത്തോടെയും ക്യാപ്റ്റൻ സള്ളി വിമാനത്തെ ഹഡ്സൺ നദിയിലേക്ക് ഒരു വലിയ ബോട്ട് ഇറങ്ങുന്നത് പോലെ വളരെ മൃദുവായി ഇറക്കി. മനുഷ്യൻ ഒരു വിമാനം പറത്തുന്നതെങ്ങനെ എന്ന് ഒരുപാട് പേരെ പഠിപ്പിച്ച പൈലറ്റായിരുന്നു സള്ളി. അദ്ദേഹത്തിന്റെ ആ പ്രാഗൽഭ്യം ഇവിടെ ജീവൻ രക്ഷകനായി. വിമാനം നദിയിൽ ഇറങ്ങിയപ്പോൾ വെള്ളം വിമാനത്തിനുള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. എങ്കിലും വിമാനം പൊങ്ങിക്കിടന്നു. വിമാനത്തിലെ ജീവനക്കാർ ഉടനടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. യാത്രക്കാരെ സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തെടുത്ത് ചിറകുകളിലേക്ക് മാറ്റി. നദിയിലെ ബോട്ട് ഓപ്പറേറ്റർമാരും ഫെറികളും അത്ഭുതകരമായ വേഗതയിൽ രക്ഷാപ്രവർത്തനത്തിനായി പാഞ്ഞെത്തി. അവിശ്വസനീയമെന്ന് പറയട്ടെ, 155 യാത്രക്കാരും ജീവനക്കാരും ഒരാൾ പോലും മരിക്കാതെ രക്ഷപ്പെട്ടു. ലോകം മുഴുവൻ ഈ സംഭവത്തെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ക്യാപ്റ്റൻ സള്ളി സള്ളൻബർഗ് ഒരു ദേശീയ വീരനായി വാഴ്ത്തപ്പെട്ടു. ഈ സംഭവത്തെ പിന്നീട് ഹഡ്സൺ നദിയിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു.